ഹായ് ഫ്രണ്ട്, സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുളക് കൃഷിയെ കുറിച്ചാണ്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പൊതുവെ എല്ലാവരും കൃഷി ചെയ്തു വരുന്ന ഒരു ഇനമാണ് മുളക്. നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു 3 മൂട് മുളക് ചെടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളം മുളക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. പലതരത്തിലുള്ള മുളക് നമ്മൾ കൃഷി ചെയ്തു വരാറുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുരുടിപ്പ് രോഗം അഥവാ മുരടിപ്പ് ഒക്കെ വന്ന് ചെടി ആകെ നശിച്ചു പോകുന്നൊരവസ്ഥ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ യാതൊരു ചിലവുമില്ലാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ കുരുടിപ്പ് രോഗം മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വഴുതന വർഗ്ഗ ചെടികളായ മുളക്, തക്കാളി, വഴുതന എന്നീ ചെടികളിൽ ചെറുപ്രായത്തിൽ തന്നെ ഇലകളിൽ കണ്ടുവരുന്ന ഈ മുരടിപ്പ്, ഇതിനൊക്കെ നമുക്ക് തയ്യാറാക്കി ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കീടനാശിനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചാരമാണ്. 2 സ്പൂൺ ചാരവും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ ഇത് കലക്കിയെടുക്കാൻ പോകുന്നത്. അതിലോട്ടുള്ളൊരളവാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ചാരം. ഇനി ഇതിലോട്ട് 1 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് നല്ല പോലെ ഇതിനെ മിക്സാക്കി എടുക്കണം. ആഴ്ചയിൽ 1 തവണ ഈ കീടനാശിനി നമുക്ക് മുളക് ചെടിയിൽ തളിച്ചു കൊടുക്കുക. നീരുറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളെ, അതുപോലെ വെള്ളീച്ച, മീലി ബഗ്, മണ്ടരി, മുഞ്ഞ, ഇലപ്പൻ, കൂടാതെ അതിൻ്റെ കൂടെ ഉറുമ്പിൻ്റെ ശല്യവും കണ്ടുവരാറുണ്ട്. ഇത്തരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണം കാരണവും മുരടിപ്പ് രോഗം കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പ്രതിവിധിയാണ് ഈ കീടനാശിനി. അപ്പോൾ ഇത് കണ്ടോ, നല്ല പോലെ ഈ ചാരവും മഞ്ഞൾപ്പൊടിയും മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരിട്ട് ചെടികളുടെ മുകളിൽ ഇങ്ങനെ കൈവച്ചും തളിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ചെറിയ തൈകളിലൊക്കെ കൈവച്ച് തന്നെ തളിച്ചു കൊടുക്കുന്നത് കാണിച്ചു തരാം. അല്ലെങ്കിൽ നല്ല പോലെ അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാതെ ഇതുപോലെ മുളക് ചെടിയിലൊക്കെ നല്ല പോലെ ആക്കി കൊടുക്കുക. ഇലകളുടെ അടിയിലും അതുപോലെ ഇലകളുടെ മുകളിലും ആവുന്ന രീതിയിൽ വേണം ഇത് തളിച്ചു കൊടുക്കാനായിട്ട്. ഇതൊക്കെ ഞാൻ മുരടിപ്പ് വന്നൊരു ചെടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വീണ്ടും പുതിയ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് കിട്ടിയിട്ടുള്ളത്. ആഴ്ചയിൽ 1 തവണ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ 2 വട്ടം അരിച്ചെടുക്കണം. കാരണം ഇതിൽ ചാരത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിൽ അടഞ്ഞ് കേട് വരും. അപ്പോൾ നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കീടങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുരടിപ്പ് രോഗം വരാത്ത ചെടികൾക്കും ഇത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഇതൊക്കെ അങ്ങനെ മുരടിപ്പ് വന്ന് ഞാൻ ആകെ നശിച്ചു പോയ ചെടിയായിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും പുതിയ ഇലകളൊക്കെ വന്ന് നല്ല ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുളക് ചെടിയുടെ ഏതൊരു ഘട്ടത്തിലും മുരടിപ്പ് സംഭവിക്കാവുന്നതാണ്. ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് അതുപോലെ രണ്ടാമത്തെ പൂക്കളുണ്ടാകുന്ന സമയത്തൊക്കെ ഈ മുരടിപ്പ് കണ്ടുവരാറുണ്ട്. അപ്പം കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം മുളകൊക്കെ കൃഷി ചെയ്യാനായിട്ട്. ഈ ഒരു മുളക് ചെടിയൊക്കെ കണ്ടിൽ ഇതിൽ നിന്നൊക്കെ 1-2 തവണ വിളവ് എടുത്തതായിരുന്നു. അപ്പോൾ വീണ്ടും ഇതിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിനും ഈ കുരുടിപ്പും മുരടിപ്പൊക്കെ ഈ ചെടിക്കും വന്നിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ കീടനാശിനിയൊക്കെ തളിച്ചപ്പോൾ നല്ല മാറ്റം കാണുന്നുണ്ട്. ഇത്തരം ലളിതമായ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കീടങ്ങളെ തുരത്തുവാനും മുരടിപ്പ് ഇല്ലാതാക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇതിലൊക്കെ നിറയെ മുളക് കായ്ച്ചിട്ടുണ്ട്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ കീടനാശിനി തയ്യാറാക്കിയെടുക്കാം.
ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.